ചരിത്രപ്രധാനമായ വിധിയെഴുത്താണ് നാളെ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ാം തീയതി മറ്റന്നാൾ. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും. കേരളം മുഴുവൻ അതിശക്തമായ UDF തരംഗമാണ്. ഈ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. ഇവർ സർക്കാരില്ലായ്മയായിരുന്നു ഇവരുടെ മുഖമുദ്ര. കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും ഇവർ തികഞ്ഞ പരാജയമായി മാറി. കേരളത്തിന്റെ ധനസ്ഥിതി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പരിതാപകരമാക്കി ഇവർ മാറ്റി. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. കാർഷിക മേഖല തകർത്തു. നെല്ല് സംഭരണം പാളി. റബ്ബറിന് പ്രകടന പത്രികയിൽ ഉറപ്പുകൊടുത്ത 250 രൂപ ചെയ്തില്ല. ഇവരിപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയെ സഹായിച്ചു എന്നാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 1 രൂപ ചെലവാക്കിയില്ല. 40 രൂപ മണ്ണെണ്ണയ്ക്ക് പൊതുവിപണിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പോൾ പൊതുവിപണിയിൽ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്. ആ 25 രൂപ ഇവർ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, 25 രൂപ കൊടുക്കുന്നില്ല. മലയോരത്ത് വലിയ സങ്കടങ്ങളാണ്. കാരണം വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പരമ്പരാഗതമായ രീതിയോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നിസ്സംഗരായിരിക്കുന്ന ഒരു സർക്കാരാണ്. വൈദ്യുതി ബോർഡ് ഭീമമായ കടത്തിലാണ്. 50,000 കോടിയോളം രൂപ കടത്തിലാണ്. അത് മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 12 മാസമായി അത് തുടരുകയാണ്. ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഒരു തരത്തിലും ഇടപെടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ സർക്കാർ ഇല്ലായ്മ എന്ന് പറഞ്ഞത്. മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സർക്കാർ ഏജൻസികൾ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 3 സുപ്രധാന നേതാക്കന്മാർ ജയിലിൽ പോയി. CPMന്റെ ഹൈക്കോടതി പറഞ്ഞത് ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പം അത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടികൾ നേടിയെന്നാണ്. എന്നിട്ട് അതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പിലുണ്ടാക്കി വെച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത നേതാക്കൾക്കെതിരായി അച്ചടക്ക നടപടിയെടുക്കാൻ ഈ പാർട്ടി തയ്യാറായില്ല. അവർക്ക് പൂർണ്ണമായി കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു പിണറായി ഭരണം. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കവർച്ചയാണ് നടന്നത്. കവർച്ച അയ്യപ്പന്റെ പേരിൽ 2 പ്രാവശ്യമാണ് തുടർച്ചയായി. അവിടെ സ്വർണം മോഷ്ടിച്ചത് കൂടാതെ അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കൊള്ളയാണ് അവിടെ വ്യാപകമായി നടന്നത്. കോവിഡ് കാലത്ത് അതിനുശേഷവും മരുന്ന് വാങ്ങിക്കുന്നതിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തി കോടികളാണ് കൊള്ളയടിച്ചത്. ഏറ്റവും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലാണ് മനുഷ്യരെ കൊള്ളയടിച്ചത്. അവർക്ക് ഒരു വികസനവും മുന്നോട്ട് വയ്ക്കാനില്ല. വിഴിഞ്ഞം തുറമുഖമാണ് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വികസന കാര്യം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുഴുവൻ അനുമതികളും മേടിച്ച് എഗ്രിമെന്റ് വെച്ച് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൌണ്ട് ഡൌൺ തുടങ്ങിയ പദ്ധതിയാണ്. അത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്നും കടൽ കൊള്ളയാണെന്നും ആക്ഷേപിച്ച പിണറായി വിജയനാണ് ഇന്ന് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പറഞ്ഞ ആള് വ്യവസായ മന്ത്രിയായി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുക. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഹൈവേയുടെ റീലിട്ട് നടന്നു. അവസാനം ഹൈവേ 150 സ്ഥലത്ത് പൊളിഞ്ഞു വീണപ്പോ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ഹൈവേയുടെ കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, കൊച്ചി മെട്രോ കൊണ്ടുവന്നു. ഇവര് 2016 മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ വന്നാൽ കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ കൊണ്ടുവരാൻ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ പറ്റാത്ത കഴിവുകെട്ട ഗവൺമെന്റാണ് കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചത്. ഇവരുടെ കാലത്ത് എടുത്തു പറയത്തക്ക ഒരു വിശേഷവും ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടായിട്ടില്ല. കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും തകർത്തു. വിദ്യാഭ്യാസ മേഖല വ്യാപകമായി തകർന്നു. മുഖ്യമന്ത്രി പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരികയാണ്. 1,600 രൂപയുടെ പെൻഷൻ 2,500 രൂപയൊക്കെയാണെന്ന് വാക്കുകൊടുത്തില്ലേ? ആ പാവങ്ങളെ കബളിപ്പിച്ചല്ലേ വോട്ട് മേടിച്ചത് 2021. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. അപ്പോഴും 2,000 ആയിട്ടുള്ളൂ. റബ്ബറിന് 250 രൂപയാക്കാം എന്ന് പറഞ്ഞ് റബ്ബർ കർഷകരെ കബളിപ്പിച്ചു ഈ സർക്കാർ.
തീരദേശത്ത് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. കാസർഗോഡ് പാക്കേജ്, വയനാട് പാക്കേജ്, ഇടുക്കി പാക്കേജ്, ഒന്നിനും പൈസ ചെലവാക്കിയില്ല. എല്ലാം ആളുകളെ കബളിപ്പിക്കുന്നതായിരുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു. പ്രഖ്യാപനങ്ങളല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല. 1,10,000 കോടി രൂപ കിഫ്ബിയിൽ ചെലവാക്കിയെന്ന് പറഞ്ഞു. 38,000 കോടിയാണ് 5 കൊല്ലം 6 കൊല്ലം കൊണ്ട് ചെലവാക്കിയത്, 7 കൊല്ലം കൊണ്ട് ചെലവാക്കിയത്. അത് 7 കൊല്ലത്തെ ബജറ്റിൽ നിന്നുള്ള തുകയാണ് 30,000 കോടി. അതെന്താ ഇത്ര പ്രത്യേകത? ഇതില്ലായിരുന്നെങ്കിലും PWD ഇറിഗേഷനും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഈ വർക്കുകൾ ചെയ്യുമായിരുന്നു. 8,000 കോടി രൂപയുടെ ബാധ്യത കിഫ്ബിക്കുള്ളത് സർക്കാരിന്റെ തലയിലാണ്. സർക്കാരാണ് ആ ബാധ്യത തീർക്കേണ്ടത്, സോവറിൻ ഗ്യാരണ്ടി. പിന്നെ എന്താണ് ഇവരുടെ വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത് എന്താണ്? മാത്രമല്ല ഇപ്പൊ ഡീലാണ് എല്ലാവരുമായി. മുഖ്യമന്ത്രി പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അതേ RSSുമായി ഡീലുണ്ടാക്കി, ഒരു വശത്ത് മറുവശത്ത് SDPI ഉണ്ടാക്കി, PDPI ഉണ്ടാക്കി. എല്ലാ വർഗീയവാദികൾ വാദം പറയുന്ന എല്ലാവരുമായും സന്ധി ചെയ്ത ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം നുണകൾ ആവർത്തിക്കുകയാണ്. നുണകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു. ഒരു ബന്ധം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത്. രണ്ടാമത് RSSുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിനും മനോരമ ന്യൂസുമായി നടത്തിയ അഭിമുഖ സംഭാഷണം, ജോണി ലൂക്കോസുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ RSSുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. നുണയല്ലേ പറഞ്ഞത് 2 കാര്യത്തിലും? പിന്നെ പറഞ്ഞു 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് വലിയ നുണ പറഞ്ഞു മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം തന്നെ അംഗീകരിച്ച, അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അംഗീകരിച്ച 2016 ധവളപത്രം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ആ തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രത്തിൽ കൃത്യമായി 3 മാസം സാങ്കേതിക തകരാറ് മൂലമാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ 18 മാസം പെൻഷൻ മുടങ്ങിയത് അദ്ദേഹം കള്ളം പറഞ്ഞു. ഞാൻ 4,43,000 വീട് 5 കൊല്ലം കൊണ്ട് UDF കാലത്ത് പണിതു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 4,000 വീട് പണിതുള്ളെന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ യമണ്ടൻ നുണ പറഞ്ഞു. മന്ത്രി AK ബാലന്റെയും മന്ത്രി ജലീലിന്റെയും അസംബ്ലിയിൽ തന്ന റിപ്പോർട്ട് ഞാൻ ഹാജരാക്കി. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ടാണ്. അന്ന് പണി തുടങ്ങിയ 50,000 വീടും കൂടി കൂട്ടിയിട്ടാണ് ഇവർ 5 ലക്ഷം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവരുടെ കാലത്ത് 4.5 ലക്ഷം വീട് 10 കൊല്ലം കൊണ്ട് പണിയുകയും ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് പൂർത്തിയാക്കുകയും 50,000 വീടിന് തുടക്കമിടുകയും ചെയ്തത്. അപ്പൊ ആരാണ് ഭവന നിർമ്മാണ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കിയത്? അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അവര് പ്രതിസന്ധിയിലാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരില്ലായ്മയും അഴിമതിയും ശബരിമലയിൽ നടന്ന കൊള്ളയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.